ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കലൂരിലാണ് കടയിൽ കയറി തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. കടയിലുണ്ടായിരുന്ന 5 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റ 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. നിതിൻ തോമസ് വിവരങ്ങളുമായുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിഷയം സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ മുന്നിലാണ്. ഡൽഹിയിലെ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. കോടതിയുടെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. കേരളത്തിലും സമാനമായി ഇടപെടൽ അനിവാര്യമായി വരികയാണ്. തെരുവുനായുടെ ആക്രമണത്തിന്റെ കണക്ക് കഴിഞ്ഞ 4 വർഷങ്ങളിൽ കുത്തനെ ഉയരുകയാണ്. മരണനിരക്കും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭീതിതമായ അന്തരീക്ഷം പലയിടത്തുമുള്ളത്. ഇപ്പോൾ ഇടുക്കി തൊടുപുഴയിൽ നിന്നുള്ള ദൃശ്യമാണ്. തൊടുപുഴയ്ക്ക് സമീപം കലൂരിൽ കടയിൽ കയറിയാണ് തെരുവുനായ 5 പേരെ കടിച്ചത്. 3 പേർ ചികിത്സ തേടി എന്താണ് വിവരം? നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, ഇവരുടെ പരിക്ക് എങ്ങനെയാണ്? ഈ നായയെ ആ പ്രദേശത്ത് തന്നെയുള്ള നായയാണോ? ഇതിന് പേവിഷബാധയുണ്ടോ? അത്തരം വിവരങ്ങൾ എന്താണ്? അത്തരം വിവരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ രതീഷ്. പക്ഷേ ഈ നായ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ, അതായത് കലൂരിന് സമീപമുള്ള ഒരു കടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. ഇതിന് മുമ്പ് ഇതേ റോഡിൽ തന്നെ മറ്റൊരു കടയിലേക്ക് ഈ നായ കയറി ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം താഴേക്ക് വരുമ്പോഴാണ് ഇവിടെ കൂട്ടം കൂടി നിന്നിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ തെരുവുനായ പാഞ്ഞെടുക്കുന്നതും അതിൽ 3 പേർക്ക് കടിയേൽക്കുന്നതും. ഈ നിസ്സാര പരിക്കുകളാണ്. അവർ ഉടനടി തന്നെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ നായനെ പിടിക്കാനോ മറ്റ് നടപടികളോ ഒന്നും തന്നെ നടന്നിട്ടില്ല ഇതുവരെ. ആളുകൾ നമ്മളോട് പങ്കുവച്ചത്, ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികളും പറയുന്നത് ഇതേ റോഡിൽ തന്നെ ഓടി വന്നിരുന്ന നായയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ നായയെ നാട്ടുകാർ ചേർന്ന് കല്ലും മറ്റും എടുത്ത് എറിഞ്ഞ് ഓടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടോ അല്ലെങ്കിൽ ഇതിനെ പിടിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്കൊക്കെ കടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് രാവിലെ ഒരു 9 മണി സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തെരുവുനായ ആക്രമണം ഈ പ്രദേശത്തുണ്ടാകുന്നത്. ഈ പ്രദേശത്ത് സമീപത്ത് തന്നെ 2 സ്കൂളുകൾ ഉള്ളതാണ്. ഈ 9 മണി അല്ലെങ്കിൽ 9:30 എന്ന് പറയുന്ന സമയം നമുക്കറിയാം, കുട്ടികൾ കോളേജിലേക്ക് പോകുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പല പ്രദേശത്തും കുട്ടികൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുക്കുന്നതും അവരെ ആക്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ പ്രദേശത്തും സ്കൂൾ പ്രവർത്തിക്കുന്നതാണ്. സ്കൂളിലേക്ക് പലപ്പോഴും ഈ കുട്ടികൾ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് ആ പ്രദേശത്ത് കുട്ടികളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഉടനടി തന്നെ ഈ ഒരു ആക്രമണം ഉണ്ടായ ഉടനടി തന്നെ അവിടുത്തെ പ്രദേശവാസികൾ ഈ സ്കൂളിൽ വിളിച്ചറിയിക്കുകയും സ്കൂളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രതീഷ്. ശരി.